പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം പറയുകയാണ്, കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിച്ച ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ? ഒരിക്കൽ കൂടി ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിച്ച ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ? പരിശുദ്ധ അമ്മയെ കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകം പറയുന്ന ഒരു വചനമാണ്. പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദിവ്യകാരുണ്യ സൗഖ്യാരാധനയെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും നൊമ്പരങ്ങളും രോഗപീഠകളും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യ, കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിച്ച ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ? പരിശുദ്ധ അമ്മ, ഈ മറിയം എന്ന് പറയുന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, കൈപ്പുള്ള സമുദ്രം. കൈപ്പുള്ള സമുദ്രം, ഇത് മറിയം എന്ന വാക്കിന്റെ മറ്റൊരർത്ഥമാണ്. നമ്മൾ നോക്കണം, ഓരോ വിശുദ്ധാത്മാക്കളുടെ രൂപങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതീകങ്ങൾ കാണാൻ സാധിക്കും. വാൾനിരിയായ പൗലോസ്ലീഹ ആയതുകൊണ്ട് ഈ പൗലോസ്ലീഹയുടെ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാള് കാണാൻ സാധിക്കും. തോമസ് ലീഹയുടെ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശൂലം കുത്തി ഇറക്കിയത് കൊണ്ട് അവന്റെ മേൽ ശൂലം കാണാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാം കാണുകയാണ്, ചേതനയേറ്റ് കിടക്കുന്ന തന്റെ പുത്രന്റെ മുഖമാണ്, ആ ചിത്രമാണ് നമ്മുടെ ഓരോരുത്തരെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചേതനയേറ്റ് കിടക്കുന്ന തന്റെ പുത്രനെ 2 കരങ്ങൾ കൊണ്ടും ഈ അമ്മ സ്വീകരിക്കേണ്ടി വന്ന ഈ അവസ്ഥ, ഇത് നോക്കിക്കൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നേ, നിങ്ങൾ കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിച്ച ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ട്. എന്താ പരിശുദ്ധമ്മയുടെ ജീവിതത്തിലെ ഇത്രമാത്രം ദുഃഖങ്ങൾ? മംഗളവാർത്തകൾ എപ്പോഴും സന്തോഷം തരുന്ന, എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈ മംഗളവാർത്ത സന്തോഷമാണോ നൽകിയത്? തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഏതു സ്ത്രീക്കും അത് സന്തോഷം നൽകുമ്പോ പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്താ? ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ ആരെങ്കിലും ഉണ്ടോ? തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ അപ്പൻ ഇന്ന വ്യക്തിയ പരിശുദ്ധാത്മാവ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്ത് പരിശുദ്ധാമ്മ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ആർക്കെതിരെങ്കിലും പരാതി പറയുന്നുണ്ടോ? ഈ പരിശുദ്ധാമ്മ ആ ദുഃഖങ്ങളും വേദനകളും ഹൃദയത്തിൽ അമർത്തുകയോ ചെയ്തത്. ഈ അമ്മ പറയുന്നുണ്ട്, എന്നിലൂടെ പൂർത്തിയാക്കേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് പൂർത്തിയാകാൻ വേണ്ടിയ ദൈവം എനിക്ക് ഇതുപോലൊരു സഹനം തന്നിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. സൂസന്ന, ഈ സൂസന്ന ദൈവഭക്തി വളർന്നു വന്ന മകളാ, ദൈവത്തിന്റെ വചനം തോറ പിടിച്ചിരിക്കുന്ന മകളാ സൂസന്ന. എന്നാൽ സൂസന്നയുടെ ജീവിതത്തിലെ കാണുക, അവളും തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അവൾ ആരുടെ മുമ്പിൽ അതിന് പരാതി പറയാൻ പോകുന്നില്ല. ഈ തെറ്റിദ്ധാരണ അവൾ ന്യായീകരിക്കാൻ പോകുന്നില്ല, നീതീകരിക്കാൻ പോകുന്നില്ല. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നു, അവനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങളിലും ഒരുപാട് ദുഃഖങ്ങളും വേദനകളും കടന്നു വരുമ്പോ നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ? പരിശുദ്ധമ്മ പറയുകയാണ്, നിനക്ക് ഈ സഹനം തന്നിട്ടുണ്ടെങ്കിൽ നിന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതി പൂർത്തിയാകാൻ ദൈവം നിനക്ക് ഈ സഹനം തന്നിരിക്കുന്നേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഒറ്റയ്ക്കാണോ സഹിച്ചത്? പരിശുദ്ധ അമ്മ ഒറ്റയ്ക്കല്ല സഹിച്ചത്, അവളുടെ ഉദരത്തിൽ യേശു ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ കാൽവരി നിറകിൽ യേശു ഒറ്റയ്ക്കാണോ ആ കാൽവരിയിലെ 3 നാടുകളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് സഹിച്ചത്? എന്നാൽ 3 നാടുകളിൽ യേശു ഒറ്റയ്ക്കല്ലായിരുന്നു. ആ കുരിശ് താഴെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു.
ഇതുകൊണ്ട് തന്നെ സഹിക്കുന്ന മക്കൾ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് ഞാൻ സഹിക്കുന്നത്, എനിക്കാരുമില്ല എന്ന് നീ പരാതിപ്പെടുമ്പോ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നിന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. 2, നീ സഹിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ല സഹിക്കുന്നവന്റെ കൂടെ യേശുവുണ്ട്. പരിശുദ്ധാമ്മ സഹിച്ചപ്പോൾ ഈ സഹനത്തിൽ അവൾ ഒറ്റയ്ക്കല്ല സഹിച്ചേ, അവളുടെ ഉത്തരത്തിൽ യേശു ഉണ്ടായിരുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധാമ്മയുടെ അവസ്ഥയൊന്ന് നോക്ക്. പ്രസവിക്കാൻ ഇടമില്ലാതെ വലയുന്ന ഒരു സ്ഥലം കിട്ടാതെ വലയുന്ന പരിശുദ്ധ അമ്മ, അല്ലെങ്കിൽ യൗസേ പിതാവും മാതാവും. ആരാണ് അവൾ ഉത്തരത്തിലുള്ളത്? ഈ പ്രപഞ്ച സൃഷ്ടാവ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, എന്നാൽ ദൈവപുത്രന് ജനിക്കാൻ ഈ ഭൂമിയിൽ ഇടമില്ലാതെ വലയുന്ന പരിശുദ്ധ അമ്മ. ഈ സമയത്ത് പരിശുദ്ധാമ്മ ആരോടെങ്കിലും പരാതി പറയുന്നുണ്ടോ? ഏത് സ്ത്രീയാണെങ്കിലും പ്രസവിക്കാൻ ഒരു പ്രൈവസി ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാമ്മയ്ക്ക് ഒരു പ്രൈവസി ഉണ്ടായില്ല. അവൾ തന്റെ ദൈവപുത്ര ജന്മം നൽകിയത് കാലിത്തൊഴുത്തിലാണ് എന്ന് നീ തിരിച്ചറിയണം. ഇവിടെയാണ് ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അത് സമ്പത്തില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ദാരിദ്ര്യ വ്രതം എടുത്തിരിക്കുന്ന വ്യക്തികൾക്കറിയാം, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലായ്മകളെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ, ഇല്ലായ്മകൾ കടന്നു വരുമ്പോൾ ആനന്ദത്തോടുകൂടി അതിനെ പുൽകാൻ സാധിക്കുന്നതിനെയാണ് ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. വീണ്ടും പരിശുദ്ധാമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ വീതി തന്നെയല്ലേ നാം കാണുന്നേ. ജെറുസലേം വസ്ത്രകൂടാരത്തിലെ വിയാമരിയിലൂടെ നാം കടന്നു പോകുന്നുണ്ട്. എന്താ ഈ വിയാമരിയ? പരിശുദ്ധാമ്മ സഹിച്ച ആ സഹനത്തിന്റെ ബാധയ. കഴിഞ്ഞ മാസം ഈ വിയാമരിയിലൂടെ ദൈവജനങ്ങളുടെ മുട്ടലടയുന്നത് ഞാൻ കണ്ടു. നമ്മളൊക്കെ പലപ്പോഴും ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ, എന്റെ ദൈവമേ, എന്നെ പരീക്ഷ ചെയ്യിപ്പിക്കണമേ, എന്റെ രോഗം മാറ്റി തരണമേ, എന്റെ കടബാധ്യം മാറ്റി തരണമേ, ഇതാ നമ്മൾ പറയുന്നേ. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒന്ന് നോക്കണം. ഇതാ ഈ കുഞ്ഞിനെ, ഉണ്ണിയേശുവിനെ കൊണ്ടുപോയി ദേവാലയത്തിൽ പുരോഹിതനായ ശിമിയോന്റെ കരകളിൽ യൗസേ പിതാവും മാതാവും കൂടി സമർപ്പിക്കുക. ഈ സമയത്ത് പുരോഹിതനായ ശിമിയോൻ കുഞ്ഞിനെ കരങ്ങളെടുത്തുകൊണ്ട് ഒരു സന്തോഷത്തിന്റെ വാർത്ത വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നോക്കണം. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്നുള്ള ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? നമുക്കറിയാം, വയറുവേദന വരുമ്പോ തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്യുന്നുണ്ട്, ഇത് ക്യാൻസറിന്റെ വല്ല ലക്ഷണമാണാവോ? പനി വന്നു, തലവേദന വന്നു, ഇതാ ആ സമയത്ത് നമ്മളിപ്പോ മുഴുവൻ ഗൂഗിൾ ചെയ്യുന്നുണ്ട്, ഇത് ക്യാൻസറിന്റെ വല്ല ലക്ഷണമാണോ? എന്നാ പരിശുദ്ധാമ്മയുടെ ജീവിതത്തിൽ ഈ വാള് വന്നു കഴിഞ്ഞപ്പോ പരിശുദ്ധ അമ്മ എന്താ ചെയ്തേ? പരിശുദ്ധ അമ്മ ഓടി ഏത് ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഈ വാളെടുത്ത് മാറ്റാൻ പറ്റും. എത്ര ദിവസം കാരണച്ച ഈ ദീപികാണ് സൗഖ്യാരാധന പങ്കെടുത്ത എന്റെ വാൾ എന്റെ ഉള്ളിൽ നിന്ന് പോകും. ഏത് സ്ഥലത്ത് പോയി ഉടമ്പടി എടുത്ത ഞാൻ രക്ഷപ്പെടാം. ഇതല്ല പരിശുദ്ധമ്മ ചെയ്തത്, മറിച്ച് പരിശുദ്ധമ്മ ഈ 33 വർഷക്കാലം ഈ വാളും തന്റെ ഹൃദയത്തിൽ എന്തിക്കൊണ്ട് പരിശുദ്ധമ്മ കടന്നുപോയത്. കാരണം ഈ പരിശുദ്ധ അമ്മയ്ക്കറിയാം, എന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് ഈ വാള് തന്നിരിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്ക് ബോധ്യം ഉണ്ടാവണം, നിന്റെ ജീവിതത്തിൽ രോഗങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒന്നും നീ തകർന്നു പോകുകയല്ല ചെയ്യേണ്ടത്. നീ ഈ പരിശുദ്ധ അമ്മയെ പോലെ നീ പ്രാർത്ഥിക്കണം. എന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് ഈ വാള് തന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരു ഹല്ലേലൂയ ഉയരട്ടെ. ഹല്ലേലൂയാ. എല്ലാരും ചേർന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് ഏതൊക്കെ കുടുംബങ്ങളില ഇതുപോലത്തെ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നേ? ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോ നമ്മളൊക്കെ എന്താ ചെയ്യുന്നേ? നെട്ടോട്ട് ഓടുക, എവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് വാളിൽ നിന്ന് മോശനം കിട്ടുമെന്ന് ചോദിച്ച്. എന്നാൽ പരിശുദ്ധ അമ്മ കാണിച്ചു തരിക, എവിടേക്കും പോയില്ല.
എന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് പൂർത്തിയാവുന്നവരെ അവൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. വീണ്ടും പരിശുദ്ധാമ്മയുടെ സഹനം കാണുക. യോസേപ്പ് പിതാവ്, മാതാവ്, ഉണ്ണീശോയും കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയിരിക്കുക. 12-ാം വയസ്സിൽ ഉണ്ണി യേശുവിനെ ദേവാലയത്തിൽ കാണാതാവുന്നു. ഇതെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? കാൽവരിയിൽ ഈ യേശുവിനെ 3 ദിവസത്തേക്ക് നഷ്ടപ്പെടുന്ന ഏരിയയാണ് 12-ാം വയസ്സിൽ ഉണ്ണി യേശുവിനെ ദേവാലയത്തിൽ മറിയത്തിൽ നഷ്ടപ്പെടുന്നതുമായി അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കണ്ടുമുട്ടി ഇതാ കാൽവരിയിൽ 3 ദിവസം ഈ യേശുവിനെ ഈ കാൽവരിയിൽ നമുക്ക് കാണാതെ പോകുന്നുണ്ട്. ഇതാ മരിച്ച് 3 ദിവസത്തേക്ക് യേശുവിനെ അടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കാണുക 3 ദിവസത്തേക്ക് ഉണ്ണി യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ കാണാതാവുന്നു. ഇതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഉണ്ണി യേശു പറയുന്നുണ്ട്, നീ എവിടെ പോയേക്കായിരുന്നു? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാവേണ്ടവനാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഉണ്ണി യേശു പറഞ്ഞതാ. എന്നാൽ കാൽവരിയിൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങൾ, ഞാൻ പിതാവിന്റെ കരങ്ങളിൽ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കാണുക ഈ 3 ദിവസം ഉണ്ണി യേശുവിനെ കാണാതായി. 3-ാം ദിവസം ഈ ദേവാലയത്തിൽ വെച്ച് ഉണ്ണി യേശുവിനെ ഈ മാതാപിതാക്കൾ കണ്ടെത്തുന്നു. എന്നാൽ വീണ്ടും നമ്മൾ കാണുക 3-ാം ദിവസം യേശു ഉദ്ധാരം ചെയ്യുന്നത് കാൽവരിയിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഈ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് 3 ദിവസം ഉണ്ണി യേശുവിനെ കാണാതെ പോകുമ്പോ അവളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ എന്താ? എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ എനിക്ക് ഉണ്ണി യേശുവിനെ നഷ്ടമായത്? എന്റെ സ്നേഹക്കുറവ് കൊണ്ടാണോ എനിക്ക് ഉണ്ണി യേശുവിനെ നഷ്ടമായി പോയത്? എന്റെ യോഗ്യത കുറവ് കൊണ്ടാണോ എനിക്ക് ഉണ്ണി യേശുവിനെ നഷ്ടമായത്? ഇതായിരുന്നു പരിശുദ്ധാമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകണം. എനിക്ക് യേശു നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാ? എന്റെ സ്നേഹക്കുറവ് കൊണ്ട്, എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട്, എന്റെ യോഗ്യത കുറവ് കൊണ്ട് എനിക്ക് യേശുവിനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഇതാണ് കാൽവരി. ഇതാണ് ഈ പരിശുദ്ധാമ്മയുടെ വ്യാഖ്യാനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ കാൽവരിയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുണ്ടല്ലോ, ആ കുരിശിനെ അനുധാവനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് തന്റെ പുത്രൻ ഈ കുരിശ് വഹിച്ചുകൊണ്ടുള്ള കാൽവരിയിലേക്കുള്ള യാത്ര. രക്തത്തുള്ളികൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുക, ശരീരം മുഴുവൻ നീര. അതുപോലെ തന്നെ അവന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചു കൊടുത്തിട്ടുണ്ട്. അവന്റെ ശരീരം അവർ പിച്ചി കീറിയിട്ടുണ്ട്, താടി അവർ വലിച്ചു കീറിയിട്ടുണ്ട്. അവന്റെ അസ്ഥികൾ കാണത്തക്ക വിധം മാംസം പുറത്തേക്ക് തെറിച്ച് കിടക്കുക. ഇതിന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ നോക്കി നിൽക്കുന്നുണ്ട്. ഈ അമ്മ കാണുന്നുണ്ട് കാൽവിടെ നിറകിയിൽ ആണി കാണുന്നുണ്ട്, അതുപോലെ തന്നെ ആ കുരിശുമരം കാണുന്നുണ്ട്, ചുറ്റിയെ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്താ? ഈ പരിശുദ്ധ അമ്മ ആ രാത്രി നടത്തിയ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയായിരിക്കാം ലോകം കണ്ടിട്ടിൽ വെച്ച് ഏറ്റവും വലിയ ജാഗരണ പ്രാർത്ഥന എന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു. കാരണം ഏതമ്മയ്ക്ക് തന്റെ പുത്രൻ സഹിക്കുന്നത് കാണാൻ സാധിക്കുക? ഏതമ്മയ്ക്ക് തന്റെ പുത്രൻ ഇതുപോലെ വിരൂപരായി കാണപ്പെടാൻ, തന്റെ മുമ്പിൽ നിൽക്കുന്നത് കാണപ്പെടാൻ സാധിക്കുക? എന്നാൽ ഇതിന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ നിൽക്കുമ്പോ പരിശുദ്ധ അമ്മ തിരിച്ചറിയുക, എന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. അതിനെനിക്ക് ദൈവം തന്ന സമ്മാനമാ ഈ സഹനം, ഈ വേദന, ഈ കുരിശ്. ഇതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുക കാൽവരിയുടെ നെറുകയിലുള്ള ആ 3 ആണികൾ തന്റെ പുത്രൻ തൂങ്ങിക്കിടക്കുന്നു. അവസാനം തന്റെ മടിയിലേക്ക് ഈ പുത്രന്റെ ചേതനയറ്റ ശരീരം അവർ വെച്ചു കൊടുക്കുമ്പോ ഈ അമ്മ കാണുന്നുണ്ട്, ഈ അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. തന്റെ മകൻ ഇതാ ചേതനയറ്റ് തന്റെ മടിയിൽ കിടക്കുന്നു. ഏതമ്മയ്ക്ക് സഹിക്കാൻ സാധിക്കുക തന്റെ മകന്റെ ഇതുപോലത്തെയുള്ള കിടപ്പ്? ഒരമ്മയ്ക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പരിശുദ്ധ അമ്മയുടെ ഈ രൂപം എന്ന് പറയുമ്പോൾ ഏത് വിശുദ്ധാത്മാക്കളെ നോക്കിക്കഴിഞ്ഞാൽ
അവരൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ വാള് കാണാനുണ്ട്, ശൂലം കാണാനുണ്ട്, അമ്പ് കാണാനുണ്ട്. ഇത് എന്നാ പരിശുദ്ധാമ്മയുടെ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേതനയേറ്റ് കിടക്കുന്ന തന്റെ പുത്രനെ കാണുന്നേ. ആ രാത്രിയായിരിക്കാം സാത്താൻ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിച്ച രാത്രി, സാത്താൻ സന്തോഷിച്ച രാത്രി. എന്നാൽ ഈ സാത്താനെ തകർക്കാൻ വേണ്ടിയ തന്റെ പുത്രൻ ഈ കാൽവയുടെ നെറുകയിൽ 3 നാളുകൾ മരിച്ചു എന്ന് പിശാചിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് വിശുദ്ധ ജെറോം പറയുന്നുണ്ട്. കാൽവരിയുടെ നെറുകയിൽ 2 ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ബലിപീഠം ഏതാ? ഈശോയുടെ ശരീരമാ. രണ്ടാമത്തെ ബലിപീഠം എന്താ? പരിശുദ്ധ അമ്മയുടെ ഹൃദയമാ. ഒന്ന് ഈശോയുടെ ശരീരമാവുന്ന ബലിപീഠം, 2 പരിശുദ്ധ അമ്മയുടെ ഹൃദയമാവുന്ന ബലിപീഠം. ഈ 2 ബലിപീഠങ്ങളും കാൽവരിയുടെ നെറുകയിൽ ബലിയർപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. വിശുദ്ധ സിറിൽ പറയുന്ന ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ്: കാൽവരിയുടെ നെറുകയിലുണ്ടല്ലോ ആ കുരിശ് വീഴാൻ നിന്നതിന് കാരണം എന്താണെന്നറിയോ? ആ കുരിശിന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ നിൽപ്പ ആ പുത്രനെ ശക്തിപ്പെടുത്തിയത്. വീണ്ടും കാണാൻ സാധിക്കാം പരിശുദ്ധ അമ്മയുടെ സഹനങ്ങൾ എന്നാ തുടങ്ങിയത്, പരിശുദ്ധ അമ്മ എന്നാ ബലിയർപ്പിച്ചു തുടങ്ങിയത്. ഈ പുത്രൻ ബലിയർപ്പിക്കുന്നേക്കാൾ മുമ്പ് തന്റെ ഈ പരിശുദ്ധ അമ്മയുണ്ടല്ലോ തന്റെ ബലിയർപ്പണം തുടങ്ങി. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ബലി അർപ്പണമുണ്ടല്ലോ കാൽവരിയിലെ തന്റെ പുത്രന്റെ ബലിയോടുകൂടെ തീർന്നിട്ടില്ല. ഇന്നും പരിശുദ്ധ അമ്മ തന്റെ ബലി അർപ്പിച്ചു കൊണ്ടിരിക്കുക. ഓരോ മക്കളുടെ പാപങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മ തന്റെ രക്ത കണ്ണുനീര് ഈ നാളുകളിൽ ഇറ്റിറ്റ് വീഴുന്ന എന്റെ ചിത്രങ്ങൾ എത്രയോ പേർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, എത്രയോ മിഷണറിമാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുരക്തത്തിന്റെ പ്രാർത്ഥന അഭിഷേക ആരാധന നാം പങ്കെടുക്കുമ്പോ ഓരോ മക്കളും തിരിച്ചറിയണം, പരിശുദ്ധ അമ്മയുടെ രക്തത്തുള്ളികളും ഓരോ മക്കളുടെ പാപങ്ങളെ ഓർത്ത് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഈശോയുടെ രക്തത്തുള്ളികൾ മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീടുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരിക, ഓരോ സഹനങ്ങളുടെയും ഓരോ മക്കൾ കടന്നു പോകുമ്പോ നീ ഒറ്റയ്ക്കല്ല സഹിക്കുന്നേ, നിന്റെ കൂടെ നിന്റെ യേശുവുണ്ട്. ഏതവസ്ഥയിലൂടെ ലോകത്തിന്റെ ഏത് കോളിലിരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിലും ആരാധനയെ പങ്കെടുക്കുന്ന മക്കളാണോ, നിന്റെ കുടുംബത്തിലേക്ക് ദിവ്യകാരുടെ നാഥൻ വന്നിരിക്കുക. നിന്റെ വേദനയിലേക്ക് ദിവ്യകാരുടെ നാഥൻ വന്നിരിക്കുക. നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ക്ലേശമായിക്കൊള്ളട്ടെ, നീ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്, നിന്റെ യേശുവുണ്ട് നിന്റെ കൂടെ. ഈ ബോധ്യം ഓരോ മക്കൾക്ക് ഉണ്ടാവട്ടെ. നീ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്, നിന്റെ കൂടെ നിന്റെ യേശുവുണ്ട്. ഇതുപോലെ സഹനങ്ങൾ കടന്നു വരുമ്പോ വീണ്ടും നിന്നെ ഓർമ്മപ്പെടുത്തുന്ന 3-ാമത്തെ കാര്യമുണ്ട്. ഈ സഹനങ്ങൾ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതി പൂർത്തിയാവാനാ നിന്റെ ദൈവം നിനക്ക് ഈ സഹനം തന്നിരിക്കുന്നത്. നീ ഒന്ന് ഹൃദയത്തിലൊന്ന് പറഞ്ഞേ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതി പൂർത്തിയാവാനാ ദൈവം എനിക്ക് ഈ വേദന തന്നിരിക്കുന്നത്, ഈ സഹനം തന്നിരിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയുടെ 7 വ്യാഖ്യാനങ്ങളിലൂടെ നാം കടന്നു പോകുക. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത ഒരിക്കലും അവൾക്ക് സന്തോഷമല്ല ദുഃഖം നൽകിയത്. പക്ഷെ അവിടെ ന്യായീകരിക്കുന്നില്ല, നീതീകരിക്കുന്നില്ല. എന്നിലൂടെ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട്, അവൾ അത് കാണുക. ഇതുപോലെ തന്നെ നിന്റെ ഹൃദയത്തിന് വാൾ കിടക്കും. അവൾ ആ വാളെടുത്ത് മാറ്റാൻ എങ്ങോട്ട് ഓടിയില്ല, മറിച്ച് അവൾ തിരിച്ചറിഞ്ഞു എന്നിലൂടെ ഒരു ദൈവിക പദ്ധതി പൂർത്തിയാവാനുണ്ട്. നീ അനുഭവിക്കുന്ന ഈ സഹനങ്ങളൊക്കെ ഇന്ന് ഈ അൽത്താരയിലേക്ക് നീ ചേർത്ത് വെച്ചോ. നീ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്, നിന്റെ കൂടെ നിന്റെ യേശുവുണ്ട്. പരിശുദ്ധാമ്മ ഒറ്റയ്ക്കല്ല സഹിച്ചേ, അവളുടെ ഉദരത്തിൽ യേശു ഉണ്ടായിരുന്നു, അവളുടെ ഹൃദയത്തിൽ യേശു ഉണ്ടായിരുന്നു. കാൽവരിയുടെ നെറുകയിൽ യേശു 3 നാളുകൾ തൂങ്ങിക്കിടന്ന് സഹിച്ചപ്പോൾ യേശു ഒറ്റയ്ക്കല്ല സഹിച്ചേ, അവന്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. സഹിക്കുന്ന മക്കളാ ഈ ആരാധനയെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കളാ ഇന്ന് ഈ തിരുരക്താഭിഷേക ആരാധനയെ പങ്കെടുക്കുന്നത്. നീ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്, നിന്റെ കൂടെ യേശു ഉണ്ട്, നിന്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്. നിനക്കൊരു ഫലമായി മാറട്ടെ. 2 കരങ്ങൾ അവിടെ തുറന്നു വിളിച്ചോ, 2 കരങ്ങൾ തുറന്നു വിളിച്ച് കർത്താവിന്റെ സ്ഥലേക്ക് കരകൾ നീട്ടിപ്പിടിച്ച്
സഹിക്കുന്ന മക്കളൊക്കെ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. നിന്നെ ചേർത്ത് വെക്കുന്നൊരു ദൈവം, നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം. അവന്റെ രക്തം നിന്റെ ശിരസ്സ് ഉള്ളങ്കാൽ വരെ ഒഴുകട്ടെ. നീ സഹിക്കുന്ന മേഖലകൾ നിനക്കൊരു ശക്തിയായി തീരട്ടെ. പരിശുദ്ധാമ്മയുടെ രക്തം കണ്ണുനീര് നിന്നെ അവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ. നിന്റെ പാപങ്ങൾക്ക് അവിടുന്ന് പൊറുതി ലഭിക്കട്ടെ. രണ്ട് കരങ്ങളെ കർത്താവിന് സന്നിധിക്ക് ഉയർത്തിക്കുക മക്കളെ. ഈ സമയം നിന്റെ കുടുംബങ്ങളെ അത്ഭുതം സംഭവിക്കട്ടെ. നിന്റെ തൊഴിൽ മേഖലയിൽ അത്ഭുതം സംഭവിക്കട്ടെ. രോഗികളായ മക്കളിലേക്ക് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഏതെല്ലാം നിയോഗവുമായി ഈ ആരാധന പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണോ കുടുംബമാണോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അമ്മേ, നീ കടന്നു വരണമേ. തിരുരക്തത്തിന് ശക്തി അവിടെ ഒഴുകട്ടെ. പ്രാർത്ഥിച്ചേ യേശുവേ.